എവ്രിവൺ. അപ്പോൾ കുക്ക് ടോക്കിൻ്റെ പുതിയൊരു പാചക പരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സാധനം ഞാൻ തുടങ്ങട്ടെ. ഇതാ കറിവേപ്പില. ബാക്കി ഇപ്പോൾ എന്തൊക്കെ പറയാം, കുറെ മസാലകളുണ്ട്. അത് ഞാൻ ഒന്നൊന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചു നേരം എന്നിട്ട് റെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ആ പരിപാടി അങ്ങോട്ട് തീർക്കാം. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണല്ലേ കാണുന്നത്? ഓക്കെ. അപ്പൊ ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ സാധനം. അപ്പൊ അതൊന്ന് ഏതൊക്കെയാണ് സാധനങ്ങൾ? മുളക് പൊടി ഞാൻ പറയാം. ഞാൻ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 500 grams ചിക്കൻ ആണ്. വിത്ത് ബോൺ ആട്ടോ. വിത്ത് ബോൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബോൺലെസ് വേണമെങ്കിൽ ബോൺലെസ് എടുക്കാം. നമ്മൾ ഇവിടെ വിത്ത് ബോൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ ഓരോന്നായിട്ട് പറയാം. ഞാനിവിടെ കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു ടീസ്പൂണിനെക്കാട്ടിലും ഒരിത്തിരി കൂടുതൽ ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചത് തന്നെയാ കേട്ടോ. മല്ലിപ്പൊടി. പിന്നെ പിഞ്ച് ഓഫ് ടേമറിക്. ഒരു 1/2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച്. ഓക്കെ. പിന്നെ ഈ കാണുന്നത് മുളക് പൊടി, കശ്മീരി ചില്ലി കേട്ടോ. ഇത്ര സ്പൈസി നമുക്ക് ഒരുപാട് സ്പൈസി എടുക്കാൻ പറ്റില്ല. മോൾക്ക് വേണ്ടിയിട്ട് നല്ല സ്പൈസി വേണമെങ്കിൽ ഒരു എന്താ പറയുക ടീസ്പൂൺ സാധാ മുളക് പൊടി, മീൻസ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എരിവും ഉണ്ടാവും. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും. അല്ല, കാരണം മോള് കഴിക്കും. പിന്നെ മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഞാനൊരു 3 സ്പ്രിഗ് കറിവേപ്പില, 1 2 3 ഒരു 3 തണ്ട് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോരാത്തതിന് നമുക്ക് ഇനി മെയിൻ സാധനം ഉപ്പ്. പിന്നെ ഞാൻ എപ്പോഴും നോക്കിയിട്ടേ എടുക്കുള്ളൂ, ഇതിൽ ആഡ് ചെയ്യാറില്ല. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് ആൾക്കാർ ഇടുക. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എത്ര സമയം വെക്കണത്? 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി റെഡി ആയിക്കോളും. അപ്പൊ ഇനിയിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലേ? അപ്പൊ ഇത് 1 മണിക്കൂർ ഉണ്ടാക്കി വെക്കാം. ഇതേ ഉള്ളൂ. ഇനി എക്സ്ട്രാ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുക. കേരള സ്റ്റൈൽ പറഞ്ഞാൽ നമ്മളുടെ വെളിച്ചെണ്ണ. വേറെ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ വേറെ അഡീഷണൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട. ഇതാണ് നമ്മുടെ ഫുൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. വേണമെങ്കിൽ വറ്റൽമുളകൊക്കെ ഇടാൻ നമുക്ക്. ഞാനിപ്പോ അതൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ഏകദേശം നമ്മൾ എല്ലാം നന്നായിട്ട് കുഴച്ച് എന്താ പറയാ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏകദേശം എത്ര മണിക്കൂർ വെക്കണം? 1 മണിക്കൂർ. നമ്മളിവിടെ ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കണേ, ഡ്രൈ ആയിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ആദ്യ പടിയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിനായി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഇതാ നല്ല നമ്മൾ കടായി ഇതിനെ മുകളിലേക്ക് വെച്ചിട്ട് ചട്ടി ഇതിനെ മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നൈസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒറ്റയടിക്ക് എല്ലാം പൊരിച്ചെടുക്കാണ്ട് ഒരു 2 ബാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം. നിങ്ങളുടെ ചട്ടി നിങ്ങളുടെ അടുത്ത് വലിയ ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ്. അതാണെങ്കിൽ കാരണം ദൈവണ്ടേ വലിയ ചട്ടി പൊരിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അതിന് വളരെ നന്നായി പൊരിയണം തോന്നുന്നു അല്ലേ? അപ്പൊ ശരി. അപ്പൊ അത് ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ പല തരത്തിലുള്ള ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റൈൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണത്.
വളരെ മിനിമലായിട്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കും ഒക്കെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കൊണ്ടാട്ടമാണത്. ഇതിന്റെ സ്പൈസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ മാറ്റി മറിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര ചിക്കൻ കൊണ്ടാട്ടം അല്ലെ, ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് സോസുകളും അങ്ങനെയുള്ള സോ എപ്പോഴും ഹെൽത്തി ഈറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം. അപ്പം നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി റെഡി ആവാം. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഞാൻ പറയാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാനാണ് എപ്പോഴും മാർക്കിടുന്ന ആള്. സോ ലെറ്റ്സ് ട്രൈ ഈറ്റിംഗ് ഇറ്റ്. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനത് കഴിച്ച് നോക്കിട്ടോ, എന്താ പറയണമെന്നുള്ളറിയില്ല, വളരെ രുചികരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും. സോ ഇത് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ചിക്കൻ കൊണ്ടാട്ടം വളരെ ഇഷ്ടമാണ് കേട്ടോ. സോ ഈ ഒരു ഫ്ലേവർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണത്. സോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുക്ക് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പിടിച്ച് അമർത്താനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.